ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ്, സാറേ എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ വീടിൻ്റെ വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണം വരുന്നത്. അത് സാറേ വാസ്തു നോക്കിയിട്ടാണ് വീട് വെച്ചത്, അപ്പോഴത്തേക്ക് അതിലെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് വാസ്തു നോക്കി വെച്ച വീടുകളാണെങ്കിൽ പോലും ഇപ്പം നമുക്ക് അതിൻ്റെ ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് ചെറിയ ചില കണക്കുകളുണ്ട്. അതനുസരിച്ചിട്ട് സ്റ്റാർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന് വീടിൻ്റെ പ്രധാന വാതിൽ കിഴക്ക് ഭാഗത്താണെന്ന് ഇരിക്കുക. അപ്പോൾ കിഴക്ക് ദർശനമുള്ള ഒരു വീട്ടിൽ അതിന് കിഴക്കിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അതിൽ രണ്ട് ഇതാണ്, ഈസ്റ്റ് 1, ഈസ്റ്റ് 2, ഈസ്റ്റ് 3. അപ്പോൾ 2 കണക്കാണ് അതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഫ്ലൈങ് സ്റ്റാറിൽ ഏത് കണക്കാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈസ്റ്റ്, ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് 95 ഡിഗ്രിയിലാണ് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന ദർശനം. ഇതിൻ്റെ പ്രധാന വാതിൽ വന്നിരിക്കുന്നത് ഹാളിലാണ് വാതിൽ, കിഴക്ക് ഭാഗത്താണ് വാതിൽ വന്നിരിക്കുന്നത്. പക്ഷേ വീടിനെ കറക്റ്റ് 45 ഡിവൈഡ് ചെയ്യുമ്പോൾ തെക്ക് കിഴക്കിലോട്ട് കയറിയാണ് നിങ്ങളുടെ വാതിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോസ് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് നിങ്ങളുടെ വാതിലിൽ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അല്ലെങ്കിൽ വീട് വെച്ച അന്ന് മുതൽ നഷ്ടങ്ങൾക്കുള്ള സാധ്യതയാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് എൻട്രൻസ് കയറി നിന്നിട്ട് അവിടെ നമുക്ക് 2-5 എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് വന്നിരുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പം അത് നമ്മുടെ വീട്ടിലേക്കുള്ള സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനും അല്ലെങ്കിൽ നശിച്ചു പോകാനും കാരണമായി തീരും. അത് കഴിഞ്ഞ് നമ്മുടെ ബെഡ്റൂമിലെന്ന് പറയുന്നത് ഒരു 7-9 കോമ്പിനേഷൻ ആണെന്ന് കരുതുക. ആ ബെഡ്റൂമിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കടബാധ്യത വന്ന് കയറാൻ വേറെ എങ്ങും ചെല്ലേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു നക്ഷത്രം അതിനകത്ത് നമ്മളെ പറ്റിപ്പിൻ്റെയും കടബാധ്യതയുടെയും അതായത് മുറിവുകളുടെയും ഓപ്പറേഷത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റാറായിട്ട് ഈ 7 വർക്ക് ചെയ്യും. അവിടെ അത് നിൽക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഇത്തരമുള്ള കാര്യങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂല. അപ്പോൾ അത്തരത്തിൽ ഓരോ ദിക്കിലും നക്ഷത്രങ്ങൾ ഉണ്ടെന്നും ആ നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്നും അത് ഓരോ വർഷവും വേറെ നക്ഷത്രങ്ങൾ വരുന്നുണ്ട്, അത് നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെന്നും ഒക്കെ നിങ്ങളൊരു ഫെങ്ഷുയി കൺസൾട്ടിനെ കാണിച്ച് മനസ്സിലാക്കി അതിന് യഥാവിധി പ്രതിവിധികൾ എന്ന് പറയുന്നത് മറ്റേ പൂജകളോ മറ്റു കാര്യങ്ങളോ അല്ല, എലമെന്റ് ബേസ്, അതായത് പഞ്ചഭൂത തത്വപ്രകാരം, അതായത് മെറ്റല്, വുഡ്, വാട്ടർ, എർത്ത്, ഫയർ, അങ്ങനെയായ 5 എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ നിങ്ങളുടെ വീടിനെ നിങ്ങൾ കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് യാതൊരുവിധ പൊളിച്ചുമാറ്റലുകൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ശാസ്ത്രം ഉണ്ടെന്നും ഇതിൽ അതിൻ്റെതായിട്ടുള്ള ചില സ്റ്റാറുകൾ ഉണ്ടെന്നും അത് ആ വീട്ടിൻ്റെ അന്തേവാസികളെ ബാധിക്കുമെന്നും അപ്പോൾ ആ സ്റ്റാറുകൾ ഏതാണെന്ന് മനസ്സിലാക്കി റൂമുകൾ അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ നിന്ന് തന്നെ ജീവിതത്തിൽ മെച്ചപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സയൻസ് മനസ്സിലാക്കി എല്ലാവരും അതനുസരിച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കൂ. ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവട്ടെ. നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.